ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ്. ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്താണെന്നുള്ള ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓർത്തുകൊണ്ട ഒരു പോയിന്റ്, ബഹിരാകാശം എന്താണെന്ന് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓർത്തുകൊണ്ട ഒരു പോയിന്റ്, ഭൂമിയോടൊപ്പം എന്തുകൂടി കറങ്ങുന്നുണ്ട്? ഭൂമിയുടെ അന്തരീക്ഷം കൂടി ഭൂമിയോടൊപ്പം കറങ്ങുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കണേ, കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കിട്ടാതെ പോയത്. ഇനി എന്താണ് ബഹിരാകാശം എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശമാണ് ഏത്? ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അപ്പുറമാണ്. ഭൂമിയുടെ അന്തരീക്ഷം കഴിഞ്ഞിട്ട് പുറത്തു പോകുന്ന അത്രയും, പിന്നെ അതിനുശേഷം എന്താണ്, വിശാലമായിട്ടുള്ള ഒരു ശൂന്യമായിട്ടുള്ള പ്രദേശമാണ് ഏത്? ഈ ബഹിരാകാശം എന്ന് പറയുന്നത്. ഇനി ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട് അല്ലെ? ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഇനി ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ഗാലക്സിയും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഒത്തിരി കോടാനുകോടി ഗോളങ്ങളുണ്ട് അതിലെ, കോടാനുകോടി ഗോളങ്ങൾ അതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ് ഭൂമി എന്ന് പറയുന്നത്. ഇനി ബഹിരാകാശത്തെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം എന്ന് പറയുന്നത് പിന്നെ ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതായിരുന്നു? ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മയില്ല? സൂര്യനായിരുന്നു ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം എന്ന് ചോദിച്ചാലോ, അത് ചന്ദ്രനാണേ. കാരണം ഈ രണ്ട് ക്വസ്റ്റ്യൻ തന്നാലും എന്തുണ്ടാവും? ഓപ്ഷനിൽ സൂര്യനും ചന്ദ്രനും മിക്കവാറും ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്ത് അവിടെ തെറ്റിക്കരുത്. അപ്പോൾ ആകാശഗോളം ഏറ്റവും അടുത്തുള്ളത് ചന്ദ്രനാണ്. അവിടെ നമ്മൾ ചന്ദ്രൻ ഇത്ര അടുത്തായിട്ട് കാണുന്നത് അല്ല, എത്രയും വ്യക്തമായിട്ട് വലുതായിട്ടൊക്കെ ചന്ദ്രനെ കാണുന്നില്ല, അത് തൊട്ടടുത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കുക. ഇനി മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്രയെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ബഹിരാകാശ യാത്ര എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് മനുഷ്യൻ ആദ്യമായിട്ടപ്പാണ് പോയെന്നുള്ളതാണ്. അപ്പോൾ അത് പോകുന്നത് 1961 മനുഷ്യൻ പോയ കേസാണ് പറയുന്നത്. 1961 ഏപ്രിൽ 12. അതായത് ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ. വോസ്റ്റോക്ക് 1 എന്ന വാഹനം ബഹിരാകാശ പേടകത്തിലൂടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള യൂറി ഗഗാരൻ എവിടെ എത്തിച്ചു? ബഹിരാകാശത്ത് എത്തിച്ചു. യൂറി ഗഗാരൻ. അപ്പോൾ ഇതിൽ ഞാൻ മാർക്ക് ചെയ്ത ഈ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1961 ഏപ്രിൽ 12 ഓർത്ത് നോക്കണം. സോവിയറ്റ് യൂണിയൻ ആണെന്ന് ഓർത്ത് നോക്കണം. വോസ്റ്റോക്ക് 1 ആണ്. അതേപോലെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാരനാണ് ബഹിരാകാശത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരി. കേട്ടോ, ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് ചോദിക്കുക. കാരണം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യ ബഹിരാകാശ സഞ്ചാരി, ചന്ദ്രയിൽ ആദ്യമായി കാലുകുത്തിയത് എന്ന രീതിയിലൊക്കെ ചോദിക്കുക. അപ്പോൾ എല്ലാം വേറെ വേറെ കേസുകളാണ്. എല്ലാം നിങ്ങൾ എല്ലാം ഒന്നുപോലെയായിട്ടാണ് നമുക്ക് മൈൻഡിൽ തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് പഠിച്ചോണം. ഇനി അടുത്തത് കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്താണെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു സാറ്റലൈറ്റ് ഉണ്ടല്ലേ, ഭൂമിക്ക് ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ അല്ലാത്തൊരു സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ഒരു ഉപഗ്രഹം. അതേതാ? ചന്ദ്രൻ. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രനാണ് ഭൂമിയുടെ ഒരു ഉപഗ്രഹം. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ വിടുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. മനുഷ്യർ എങ്ങനെ ഉപഗ്രഹം വിടുന്നത് എന്തിനാണ്? ഭൂമി അത് പിന്നെ ചുറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ ഡാറ്റ, ഭൂമിയുടെ പല ആവശ്യങ്ങൾക്കുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും ഭൂമിയെ പറ്റിയുള്ള. അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് ഇത് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് അയക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒന്ന്, ഭൂവിഭവങ്ങൾ, അതായത് പെട്രോളിയം, ധാതു ലവണങ്ങളൊക്കെ എവിടെയാണെന്നുള്ള കണ്ടുപിടിക്കാൻ. അതായത് മത്സ്യസമ്പത്ത് കണ്ടുപിടിക്കാൻ. ഇതൊക്കെ അതിൻ്റെതായ ടെക്നോളജി ഉണ്ട് കേട്ടോ. ആ ഒരു ഓരോ പർപ്പസിന് വേണ്ടി അയക്കുന്ന സാറ്റലൈറ്റുകളിൽ അതിൻ്റെതായിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. ഇനി കാലാവസ്ഥാ പഠനത്തെ പറ്റി അറിയാൻ, വാർത്താവിനിമയം, അതായത് TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വനഭൂമി, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം. ഇതിനെക്കുറിച്ചുള്ള പഠനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ വനഭൂമി എത്രത്തോളം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, ആ ഒരു രീതിയിൽ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള സാറ്റലൈറ്റ് വിടാറുണ്ട്. ബഹിരാകാശ ഗവേഷണം അതിന് വേറെ തന്നെ വിടാറുണ്ട്. ബഹിരാകാശത്തെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയിട്ട് കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാം. അപ്പോൾ ജസ്റ്റ് ഇത് വായിച്ചു വിട്ടാൽ മതി. ഇതിലൊന്നും വലിയ പോയിന്റ്സുകളൊന്നുമില്ല. എന്തിനാണെന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ, ബഹിരാകാശ വാരം. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞതാണ്. 1957 നമ്മൾ നേരത്തെ ഒരു ഡേറ്റ് ഇയർ പറഞ്ഞിട്ടുണ്ടായത് 1961 യൂറി ഗഗാരിൻ പോയത്. ഇത് അതിൻ്റെ മുമ്പാണ് കേട്ടോ. 1957 ഒക്ടോബർ 4 എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേ സോവിയറ്റ് യൂണിയൻ തന്നെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു, കൃത്രിമോപഗ്രഹം. അതാണ് സ്പുട്നിക് 1. അതിൽ മനുഷ്യനുണ്ടോ? മനുഷ്യനൊന്നുമില്ല. മനുഷ്യൻ പോകുന്നത് 1961. അപ്പോൾ ഇത് ഒരു ഉപഗ്രഹം മാത്രമാണ്. ആ ഉപഗ്രഹം സ്പുട്നിക് 1 എന്നാണ് അതിൻ്റെ പേര്. അത് വിക്ഷേപിച്ചു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം.
അപ്പോൾ 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ചെന്ന് ഓർത്തോക്കണം. കാരണം ഒക്ടോബർ 4 മുതൽ 10 വരെ നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നുണ്ട്? ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ ആദ്യ വീക്ക് എന്നുള്ള രീതിയിലൊക്കെ തരും കേട്ടോ. സെപ്റ്റംബർ ആദ്യ വാരം എന്നുള്ള രീതിയിൽ തരും. അപ്പോൾ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ബഹിരാകാശത്തേക്ക് ആദ്യത്തെ കൃത്രിമോപഗ്രഹം അയച്ച ഡേറ്റ് വെച്ചിട്ടാണ്. ഇനി 1959 ഒരു പരിപാടി നടന്നു. ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി കേട്ടോ. അത് ഓർത്തോക്കണം. 1959 ഒക്ടോബർ 10. ഒക്ടോബർ 10 നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും അല്ലേ? ഡിസംബർ 10 നമുക്ക് സാർവദേശീയ മനുഷ്യാവകാശ ദിനം അറിയാം. അപ്പോൾ ഒക്ടോബർ 10 എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാനം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? അതൊന്ന് ഓർത്ത് വെച്ചാൽ അതും കിട്ടും. റെഡി. ഇനി അടുത്ത പോയിന്റുകളാണ്. അടുത്ത് നിങ്ങൾക്ക് ചിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ കാണാം. ഒന്ന്, ആര്യഭട്ട. ഇതൊക്കെ കുറച്ച് ഡീപ്പായിട്ട് വരുമോ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. നമ്മുടെ വിട്ടൊക്കെ 1975 ഓക്കെ, 1975 അവർ 57 സോവിയറ്റ് യൂണിയൻ വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? 57 സോവിയറ്റ് യൂണിയൻ വിട്ടു. എന്നിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ പോകുന്നത് നോക്കെ? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. ഇനി അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വീക്ഷണം നടക്കുന്നത് 58 57 സോവിയറ്റ് യൂണിയൻ വിട്ടതിന് ശേഷം 58 തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യും? 58 ഈ അമേരിക്ക എന്ത് ചെയ്യും? വിക്ഷേപണം നടത്തും. ആ ഒരു ടൈമിൽ ശരിക്കും കോൾഡ് വാർ എന്നാണ് ആ ടൈം അറിയപ്പെടുക അല്ലേ? ഈ ടെക്നോളജി എല്ലാം ഞങ്ങളാണ് മുമ്പിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും റഷ്യ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? മത്സരിച്ച ഒരു സമയമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരാൾ ചെയ്യുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും? അമേരിക്ക ഒന്ന് ചെയ്യുമ്പോൾ USSR അടുത്ത് ചെയ്യും, USSR അടുത്ത് ചെയ്യുമ്പോൾ ഒന്ന് അമേരിക്ക ചെയ്യും എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്? അവർ പോയിക്കൊണ്ടിരുന്നത്. ഇനി ലൈക്ക എന്ന നായ, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക എന്ന നായയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി. അത് 1957 സോവിയറ്റ് യൂണിയൻ വിട്ട ബഹിരാകാശ പേടകത്തിലുണ്ടായിരുന്നതാണ് ലൈക്ക കേട്ടോ. ലൈക്ക എന്ന ബഹിരാകാശ ജീവി നായയാണ് എന്ത് ചെയ്ത് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി. ഇനി വിക്ഷേപണ വാഹനങ്ങൾ. ഞാൻ പറഞ്ഞു, നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് വിട്ടതിന് ശേഷം ഭൂമിക്ക് നോക്കിയാൽ ഇതാണ് ഭൂമിയെങ്കിൽ അതിന് ചുറ്റിക്കൊണ്ടിരിക്കണ്ടേ ഈ ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഭൂമിയുടെ പുറത്തേക്ക് ഇതിനെത്തിക്കണം. നമ്മളിപ്പോൾ ഒരു കല്ല് മുകളിൽ കഴിഞ്ഞാൽ കല്ല് എന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് തന്നെ വരും. അതുപോലെ ഇത് ഭൂമിയുടെ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ നല്ല ഫോഴ്സിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ പുറത്തേക്ക് എത്തിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ പുറത്തേക്ക് എത്തിക്കുന്ന വാഹനങ്ങളാണ് ശരിക്കും ഈ റോക്കറ്റുകൾ. അതായത് ഈ മനുഷ്യനെ അല്ലെങ്കിൽ കൃത്രിമോപകരണങ്ങളുടെ ബഹിരാകാശത്ത് എത്തിക്കേണ്ട ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് ഇത് റോക്കറ്റുകൾ അല്ല. നിങ്ങൾ സ്പേസ് എക്സിൻ്റെ ഒക്കെ റോക്കറ്റ് ഇവിടുന്നൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവും. അവർ റോക്കറ്റ് ഒറ്റ പോക്കാണ്. അത് നമുക്ക് ഓൾറെഡി പേപ്പറിലും നമ്മൾ കാണാറുണ്ട് അല്ല. ഇന്ത്യയുടെ പല സാറ്റലൈറ്റ് വിടുമ്പോൾ റോക്കറ്റ് കുതിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തുക്കാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, Saturn 5. പക്ഷേ ഇതല്ല, ഇത് ഇപ്പം മാറും. കാരണം ഓൾറെഡി Saturn 5 മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് എന്നുള്ളത് ഫാക്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർഷിപ്പാണ് സ്പേസ് എക്സ് ഇത് മാറിക്കൊണ്ടിരിക്കട്ടോ. ഇത് മാറുമ്പോൾ നിങ്ങളത് മാറ്റി പഠിച്ചോണം. കാരണം വലുത് എപ്പോഴാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് എന്നുള്ള ഒരു റോക്കറ്റാണ് ഇപ്പോൾ ഏറ്റവും വലിയ റോക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തിലുള്ളതിൽ. അത് ടെസ്റ്റിങ്ങിലാണുള്ളത്. ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല. ടെസ്റ്റിങ്ങിലാണ്. മിക്കവാറും ഇപ്പം തന്നെ എന്താവും, അത് ലോഞ്ച് ആവും. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. ഇനി അടുത്തത്, എന്തിനാണ് ഈ ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം. അപ്പോൾ റോക്കറ്റ് ഉപയോഗിക്കുന്നതിനാ ഭൂമിയുടെ ആകർഷണ ബലം ഉണ്ടല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെ അതിജീവിച്ചിട്ട് എന്ത് ചെയ്യണം? അങ്ങ് ബഹിരാകാശത്തേക്ക് എത്തണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ആ കൃത്രിമോപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്ത് ഭൂമിക്ക് ചുറ്റുമായിട്ട് കറങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റോക്കറ്റ് അത്രയും സ്പീഡിലേക്ക് പോകുന്നത്. ഇനി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ഓർമ്മിക്കണേ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് വരുന്നതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ യാത്രക്കാരൻ രാകേഷ് ശർമ്മ. ഇനി അദ്ദേഹത്തിന് പുറമെ ആരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? കൽപ്പന ചൗള, പിന്നെ സുനിത വില്യംസ് എന്നിവരും എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ഈ കൽപ്പന ചൗള മരണപ്പെട്ടത് എപ്പോഴാണ്? രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ. ഇത് ഓർത്തോക്കണേ, ഏത് വാഹനമാണെന്നുള്ളത്. കൽപ്പന ചൗള മരണപ്പെട്ട വാഹനം കൊളംബിയ സ്പേസ് ഷട്ടിലിൻ്റെ അപകടത്തിൽപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൽപ്പന ചൗള ദാരുണമായിട്ട് മരണമടയുന്നത്. സുനിത വില്യംസിൻ്റെ ഈ റെക്കോർഡൊന്നും ഇപ്പോൾ നോക്കണ്ട കേട്ടോ, അത് താഴെ വായിക്കണം. കാരണം അതൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ റെക്കോർഡൊക്കെ വേറെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ മറികടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ഇത് ഓർത്തോക്കണം, കൽപ്പന ചൗള കൊളംബിയ സ്പേസ് ഷട്ടിലാണ് സഞ്ചരിച്ചത്. അതിലാണ് അപകടം പറ്റിയത്. ഇതൊക്കെ കുറച്ചുകൂടി പോയിന്റ്സ് വരും. വരുമ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കാം, അതായിരിക്കും നല്ലത്.
ഇനി ചെറിയൊരു കുഞ്ഞു പോയിന്റ് ഇവിടെ ഓർത്തോക്കേണ്ട ഒരു കുഞ്ഞു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്തിരുണ്ടതായി കാണുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ബഹിരാകാശത്താണ്. അത് അവരുടെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് പറയുന്ന ഒരു പോയിന്റിൽ വരുന്നതാണിത്. അതായത് വായു ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബഹിരാകാശം കറുത്തതായിട്ട് കാണുന്നത്. ബഹിരാകാശത്ത് പകൽ പോലും നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ബഹിരാകാശത്ത് നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി അവിടെ ഓർത്തു. ഇനി മനുഷ്യൻ ചന്ദ്രൻ, ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ബഹിരാകാശത്തെ കേസായിരുന്നു. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എന്താ, വേറെ തന്നെ ഒരു ഗോളത്തിലേക്ക് പോയി അല്ലേ. നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനിലേക്കാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരനായ 3 പേർ, നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൾഡ്രിൻ. എഡ്വിൻ ആൾഡ്രിൻ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ 2 പേരും പിന്നെ ആ സ്പേസ് ഷട്ടിൽ പിന്നെ കൺട്രോൾ ചെയ്ത ഒരാളുണ്ട് അല്ലേ, ഓടിച്ചിരുന്നത് നമ്മൾ ഡ്രൈവർ എന്ന് പറയും. അയാൾ കൂടി ഉണ്ട് കേട്ടോ. അയാൾ പേര് വരുന്നത് മൈക്കൽ കോളിൻസ്. മൈക്കൽ കോളിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവർ 3 പേരുമാണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ്, നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, അതേപോലെ മൈക്കൽ കോളിൻസ്. ഇത് 3 പേരാണ്. കാരണം ഇതിൽ ആരോ ഒന്ന് ഇപ്പോൾ അടുത്ത് 2023 മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നുണ്ടായിരുന്നു, 22-23. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തുക. പിന്നെ ഈ ഡേറ്റ് 1969 ജൂലൈ 21 എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, ആദ്യമായി ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിന് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഓർത്തോക്കേണ്ട പോയിന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ചന്ദ്രനിലേക്ക് പോയ 3 ആളുകളുടെ പേര്. ഓക്കെ, ഇനി അവർ ഇറങ്ങിയ ഡേറ്റ് വിത്ത് ഇയർ 1969 ജൂലൈ 21. റെഡി? 69 ഓർത്ത് എളുപ്പമാണ്, കാരണം ISRO രൂപീകരിക്കുന്ന 69-ലാണ്. അങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നാസയുടെ ഏത് ഇതിലാണ്, വാഹനത്തിലാണ്, അപ്പോളോ 2 കേട്ടോ. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ, അത് ഓർത്തോക്കണം. അത് നമുക്കൊരു പട്ടിക വരാനുണ്ട്. ഇനി അടുത്ത മൈക്കൽ കോളിൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. ഇനി മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21. ജൂലൈ 21 ചാന്ദ്രദിനം. ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ 21 ചാന്ദ്രദിനം. ഓർത്തോക്കേണ്ട ഡേറ്റ് ആണ് ജൂലൈ 21 ചാന്ദ്രദിനം. ഇനി അടുത്തത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യ. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കണം, അത് നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. കാരണം ഇതിടക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാൻ എളുപ്പമാണ്, കാരണം ഓരോന്നിൻ്റെയും ഓരോ രാജ്യത്തിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ അവിടെ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. അടുത്ത USA. നോക്കിയ USA മാത്രം നാസ എന്നുള്ളൂ, അതൊന്ന് ഓർത്തണേ. യൂറോപ്പ് എന്ന് പറയുമ്പോൾ എന്താ, E വെച്ചിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുക, ESA. ജപ്പാൻ എന്ന് പറയുമ്പോൾ ജപ്പാൻ JA വെച്ചിട്ടാണ്. റഷ്യ R വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ചൈന CN വെച്ചിട്ട്. അപ്പോൾ അതേപോലെ ഒന്ന് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ എന്ത് ചെയ്യും, അത് കിട്ടും. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, അവർ ഇപ്പം എന്താണ് പേര് മാറ്റിയിട്ട് ഇപ്പം ജർമ്മനി എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് നിങ്ങളോട് ഇത് ചോദിക്കുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പോൾ ഈ തന്നിട്ടുള്ള രാജ്യങ്ങളുടെ വൃത്തിക്ക് പഠിച്ചു നോക്കാം. ഈ ഏജൻസികളാണ് നല്ലത്. ഇനി നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ടത് വിക്രം സാരാഭായി ആണ് നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്കൊക്കെ തുടക്കമിട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്, വിക്രം സാരാഭായി അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറേ ഉപഗ്രഹം. നമ്മുടെ ഇവിടുന്ന് ഏകദേശം 3 ടൈപ്പ് ഉപഗ്രഹങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് ഇൻസാറ്റ്. ഇൻസാറ്റ് എന്ന് വെച്ചാൽ ഫുൾ നെയിം ഇതാണ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇൻസാറ്റ്. നിങ്ങൾ നോക്കിയാൽ ഇൻസാറ്റ് എന്തിനാണ് വിടുന്നത്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇൻസാറ്റ് വിടുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ, പിന്നെന്താ ടെലിവിഷൻ. അപ്പോൾ ഏതിനു വേണ്ടിയിട്ടായിരിക്കും ഇൻസാറ്റ് നിക്ഷേപിക്കുന്നത്, ഇൻസാറ്റ് ടൈപ്പ് ഉപഗ്രഹങ്ങൾ. ഇൻസാറ്റ് എന്നുള്ള മൊത്തം ഒരു കളക്ഷനെ പറയുന്നതാണ്. നമ്മൾ വിടുന്ന ഉപഗ്രഹങ്ങൾ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ വിടുന്നതിനാണ്. വാർത്താവിനിമയത്തിന് ഞാൻ ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളെ വിളിക്കുന്ന പേരാണ് ഏത്, ഇൻസാറ്റുകൾ. ഓക്കെ, വാർത്താവിനിമയം, ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇത് ഇൻസാറ്റുകൾ. ഇനി അടുത്ത 2ാമതൊരു ടൈപ്പ് കാണാം, IRS എന്താണ്, ഇപ്പോൾ ഭൂവിഭവം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം, ഇതൊക്കെ എന്തുണ്ട് IRS വിടുന്ന റോക്കറ്റ് ഇതിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ IRS എന്ന് വെച്ചാൽ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് എന്നാണ് IRSൻ്റെ ഫുൾ ഫോം. IRS ഇതിനെ ഉപയോഗിക്കുന്നത് ഭൂവിഭവ പഠനം, കാലാവസ്ഥ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് IRS ഉപഗ്രഹങ്ങൾ. ഇനി 3ാമത്തെ ടൈപ്പ് ആണ് എഡ്യൂസാറ്റ് എന്നുള്ളത് ഇതിനാണ് വിദ്യാഭ്യാസ കാര്യം. അത് എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ആണ് എഡ്യൂസാറ്റ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരുന്ന ഉപഗ്രഹമാണ് ഇത് എഡ്യൂസാറ്റ്. ആ 3 ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂസാറ്റ് എന്തിനാണെന്ന് ചോദിക്കും. അത് എഡ്യൂസാറ്റ് നോക്കി പ്രവർത്തിക്കുന്ന ഏതാണ്, വിക്ടേഴ്സ് ചാനൽ. വിക്ടേഴ്സ് ചാനൽ പഠന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട വിക്ടേഴ്സ് ചാനൽ. അപ്പോൾ എഡ്യൂസാറ്റ് ഉണ്ട്, ഇൻസാറ്റ് ഉണ്ട്, IRS ഉണ്ട് കേട്ടോ. ഇൻസാറ്റ് അത് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തോക്കാം. ഇൻ്റർനെറ്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻസാറ്റ് വാർത്താവിനിമയത്തിനാണ്.
IRS എന്ന് പറയുന്നതിനേക്കും കാലാവസ്ഥ, മത്സ്യബന്ധനം, അതേപോലെ ഭൂവിഭവം ഇതിനൊക്കെ വേണ്ടിയിട്ട് ആണ് IRS. ഇനി അടുത്ത ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ. ഓക്കെ, ചാന്ദ്രയാൻ ദൗത്യത്തെ പറ്റിയാണ് പറയുന്നത്. ചെറിയ പോയിന്റ് ഇതിൽ പറയുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും നല്ലോണം പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ചാന്ദ്രയാൻ. അപ്പോൾ ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ ഗവേഷണ പദ്ധതിയാണ് ഇത് ചന്ദ്രയാൻ എന്നുള്ളത്. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1, ഇപ്പം ചന്ദ്രയാൻ 2 കഴിഞ്ഞു. ചന്ദ്രയാൻ 1 എവിടെയാ? 2008 ഒക്ടോബർ 22 എന്ത് ചെയ്തിട്ടുണ്ട്? വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയറൊക്കെ പഠിക്കണം. ഇത് നമുക്ക് വേരും ടോപ്പിക്, കാരണം ഇതിൽ അഡീഷണൽ പറയാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് SCRT കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് അധികം പറയാതെ. അപ്പോൾ ഇതിൻ്റെ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 പഠിക്കേണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രയിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത് ഈ ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2, പിന്നെ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ. അപ്പം മംഗൾയാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മംഗൾയാൻ വിക്ഷേപിച്ചല്ലോ, ചൊവ്വാ ദൗത്യമാണ്. ചൊവ്വയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സൗരദൗത്യമായ ആദിത്യ. ആദിത്യ എന്നുള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ട? സൂര്യനെ പറ്റി പഠിക്കാൻ. സൗരദൗത്യമാണ് ആദിത്യ. ഇവയും ബഹിരാകാശ പദ്ധതിയിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള മെയിൻ പോയിന്റ്സ്.